അസ്ഹാബുൽ കഹ്ഫിനെ ഖുർആൻ പരിചയപ്പെടുത്തി. 7 ഗുഹാവാസികൾ. വെള്ളിയാഴ്ച ഓതൽ സുന്നത്തുള്ള സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു ഗുഹ എന്നർത്ഥം വരുന്ന അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ച് പറയുന്ന ആ സൂറക്ക് അല്ലാഹു സൂറത്തുൽ കഹ്ഫ് എന്നാണ് പേര് വെച്ചത്. ഇന്നത്തെ ജോർഡാനിലെ അമ്മാൻ സിറ്റിയിൽ നിന്ന് 10-30 കിലോമീറ്ററിനകലെ ഒരു കുന്നിൻ ചെരുവിൽ ഒരു മലയോരത്ത് വളരെ മനോഹരമായൊരു ഗുഹ ഇന്നുമുണ്ടവിടെ. 7 ഗുഹാവാസികളെ അന്ത്യവിഷമം കൊള്ളുന്ന അവരുടെ ഖബറുകൾ, 7 ഖബറും അവരുടെ കൂടെയുണ്ടായിരുന്ന നായയുടെ എല്ലുകളും അടക്കം സൂക്ഷിക്കപ്പെട്ട ഒരു ഗുഹ. അതിന്റെ മീതെ അന്നുണ്ടാക്കിയ മസ്ജിദിന്റെ അടയാളമുണ്ട്. അതിന്റെ ഇപ്പുറത്ത് വലിയൊരു പള്ളി ജോർദാൻ ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മസ്ജിദു അസ്ഹാബുൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫിന്റെ പേരിലുള്ള മസ്ജിദ് ഇന്നിവിടെ ചെന്നാൽ കാണാൻ കഴിയും. 7 യുവാക്കൾ തിന്മകൾ നടമാടിയിരുന്നൊരു നാട്ടിൽ നിന്ന് ഓടിപ്പോയ സജ്ജനങ്ങളെ അല്ലാഹു പരിചയപ്പെടുത്തുകയായിരുന്നു. ദഖ്യാനൂസ് രാജാവ് ബിംബാരാധകനായിരുന്ന കാലത്ത് ആരാധ്യനായ ഒരേ ഒരുത്തനായ അല്ലാഹു ബിംബങ്ങളുള്ളവനല്ല, രൂപങ്ങളുള്ളവനല്ല. അല്ലാഹുവിനെ കണ്ണുകൾക്ക് കണ്ടെത്താൻ കഴിയില്ല, എന്നാൽ കണ്ണുകളെ നിയന്ത്രിക്കുന്നതവനാണ്. ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. തുർക്കിയിലെ അഫ്സോസ് പട്ടണത്തിൽ നിന്ന് ഇങ്ങ് അമ്മാനിലേക്ക്, ജോർഡാനിലേക്ക് 1000കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്തു വന്ന 7 യുവാക്കൾ. അവരുടെ കൂടെ വരുമ്പോൾ ഒരു നായ അവരുടെ കൂടെ കൂടിയിരുന്നു. വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: വയഖൂലൂന സബ്അതുൻ വസാമിനുഹും കൽബുഹും ഖുർ റബ്ബി അഅലമു ബിഇദ്ദതിഹിം മാ യഅലമുഹും ഇല്ലാ ഖലീൽ فلا تمار فيهم إلا مراء ظاهرا ولا تستفت فيهم منهم أحدا. ഒരു നായ ഓടി വരുമ്പോൾ ആ നായയെ കല്ലെടുത്തവർ ഓടിക്കുമ്പോൾ അല്ലാഹുവിന്റെ സജ്ജനങ്ങളായ ഈ 7 ചെറുപ്പക്കാരോട്, അവര് യുവാക്കളാണ്, കല്യാണം കഴിച്ചിട്ട് പോലുമില്ല, അവര് ചെറുപ്പക്കാരാണ്. തന്റെ നാട്ടിൽ നിന്നാൽ ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായപ്പോ ആ നാട് വിട്ട് യാത്ര ചെയ്തു വന്നവര് ആ നായ പിന്നാലെ കൂടിയപ്പോ ഒരു മുഗല്ലളായ നജസാണെന്ന് പറഞ്ഞ് അവരതിനെ എറിഞ്ഞോടിക്കുമ്പോൾ ആ നായ സംസാരിച്ചുവെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ഉഹിബ്ബു അഹ്ബാബല്ലാഹ്, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് സംസാരിച്ചപ്പോഴാണ്. ഇത് സാധാരണ ഒരു നായയല്ല, ഇത് സംസാരിച്ചുവല്ലോ. ആ നായയെ അവർ കൂടെ കൂട്ടി. വിശുദ്ധ ഖുർആൻ പറഞ്ഞു അവരെത്ര പേരായിരുന്നുവെന്ന് നിങ്ങൾ തർക്കിക്കേണ്ടതില്ല. വയഖൂലൂൻ, ചില ആളുകൾ പറയുന്നുണ്ട് സബ്അതുൻ, അവർ 7 പേരായിരുന്നു. വസാമിനുഹും കൽബുഹും, അവരിൽ 8ാമൻ അവരുടെ നായയായിരുന്നു. അവരിൽ 8ാമനോ? സുബ്ഹാനല്ലാഹ്. എത്ര മോശപ്പെട്ട ആളാണെങ്കിലും സജ്ജനങ്ങളുടെ കൂടെ കൂടുമ്പോൾ അവരിൽപ്പെട്ട ആളായി പരിഗണിക്കപ്പെടും. നമ്മൾ എത്ര മോശക്കാരാണെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും അല്ലാഹുവിനെ ഭയപ്പെടുന്ന സജ്ജനങ്ങളാണ്. അവരുടെ കൂടെ ഞാൻ ഇരുന്നാൽ പടച്ചവനെ ഹുമുൽ ഖൗമു ലാ യശ്ഖാ ജലീസുഹും, ആ ഒരു വിഭാഗത്തിന്റെ കൂടെ ഇരിക്കുന്നവർക്ക് പരാജയം ഉണ്ടാവുകയില്ല എന്ന് പഠിപ്പിക്കാൻ 7 പേരുടെ കൂടെ 8ാമനായി നായയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. ഒരു നായയെ അവരിലേക്ക് ചേർത്തി പറഞ്ഞു. എന്തേ? അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുന്നു, സജ്ജനങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് മദ്ഹബിന്റെ ഇമാമായ ഹനഫി മദ്ഹബിന്റെ ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി അവര് പറയുമായിരുന്നു, സജ്ജനങ്ങളുടെ കഥ കേൾക്കാനാണ് എനിക്കിഷ്ടം. മിൻ കസീരിൻ മിൻ മസായിലിൽ ഫിഖ്ഹി, ഫിഖ്ഹിന്റെ മസ്അലകൾ ഒരുപാട് പഠനം ചെയ്യുന്നതിനേക്കാളും എനിക്ക് ചിലപ്പോൾ ഇഷ്ടം സജ്ജനങ്ങളുടെ കഥ കേൾക്കാനാണ്. ആ ചരിത്രം കേൾക്കുമ്പോൾ അതിൽ ഒരുപാട് പാഠങ്ങളുണ്ടല്ലോ. ആ പാഠങ്ങൾ കേൾക്കുമ്പോൾ എനിക്കും
അങ്ങനെയാവണമെന്ന് കൊതിയുറാൻ ആവേശമുണ്ടാകുമല്ലോ. അതുകൊണ്ട് ഒരുപാട് മസ്അല പഠിച്ചെടുക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് ഖിസസുസ് സലഫിസ് സ്വാലിഹീൻ, സജ്ജനങ്ങളായ മുൻഗാമികളുടെ ചരിത്രം പഠിക്കലാണെന്ന് മഹാനായ ഇമാമുനാ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി തആല അലൈഹി 309 കൊല്ലം ഗുഹയിൽ താമസിച്ച ആ 7 യുവാക്കളെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ ചർച്ച ചെയ്തു.